ഇൻവെസ്റ്റിംഗിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ഒരുപാട് ഇൻവെസ്റ്റിംഗ് ടേംസ് ഇട്ടുണ്ടാവും. ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം നല്ല കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇന്ന് ഈ വീഡിയോയിൽ പോപ്പുലർ ആയിട്ടുള്ള 4 ഫണ്ട്സാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ ഫണ്ട്സ് എന്നും ഇവ എങ്ങനെയാണ് വർക്ക് ആവണമെന്നും ആർക്കൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും ഒരു ഫണ്ട്സിൽ തന്നെ പല ടൈപ്സും നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. ഈ വീഡിയോ ഒരു ഇൻവെസ്റ്റിംഗ് റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഫോർ ഫൈനാൻഷ്യൽ നോളജ് ഉള്ളി. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഫണ്ട്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. മ്യൂച്വൽ ഫണ്ട്സ്, ഇൻഡെക്സ് ഫണ്ട്സ്, അങ്ങനെ എല്ലാ തരം ഫണ്ട്സും ഡിഫറെൻ്റ് ആണെങ്കിലും അതിൻ്റെ കൺസെപ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ ഒരു കൂട്ടുകാരന് കല്യാണം നടത്താനുള്ള പൈസ ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഒരാളെ കൊണ്ട് മൊത്തം ചിലവ് നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. സോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരോടും 50,000 വെച്ച് ഷെയർ ഇടാൻ പറയുന്നതാണ്. അപ്പോൾ ഈ പൂൾഡ് മണി കൊണ്ട് കല്യാണ ചെക്കന് കാറ്ററിംഗുകാർക്ക് പൈസ കൊടുക്കാം, സ്റ്റേജുകാർക്ക് പൈസ കൊടുക്കാം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഈ പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫണ്ട്സിൻ്റെ കൺസെപ്റ്റും സെയിം തന്നെയാണ്. നിങ്ങളെപ്പോലുള്ള ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പൂൾഡ് മണിയെല്ലാം അവർ ഡൈവേഴ്സിഫൈ ചെയ്ത് സ്റ്റോക്സിലും ബോൺസിലും ക്രിപ്റ്റോസിലൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഓരോ ടൈപ്സ് ഓഫ് ഫണ്ട്സ് നോക്കാം. ഇൻഡെക്സ് ഫണ്ട്സ്, ഇതിൽ നമ്മുടെ ഫണ്ട്സ് പോകുന്നത് ആ ഇൻഡെക്സിലുള്ള ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്കാണ്. എക്സാമ്പിൾ നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സിൽ ടോപ്പ് 50 കമ്പനീസാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ നിഫ്റ്റി 50യിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ 50 കമ്പനിയിലേക്കാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പോകുന്നത്. ഫണ്ട് മാനേജേഴ്സ് ഒരിക്കലും അതിലുള്ള കമ്പനീസ് ഗുഡാണോ ബാഡാണോ എന്ന് നോക്കില്ല. എത്ര നാൾ ആ ഒരു സ്റ്റോക്ക് ആ ഇൻഡെക്സിലുണ്ടോ അത്രയും നാൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതിലുണ്ടാവും. വർഷത്തിൽ 2 തവണയാണ് നിഫ്റ്റി 50യിലെ സ്റ്റോക്സിലെ ചേഞ്ചസ് വരാം. ചിലപ്പോൾ ചില കമ്പനീസ് എക്സിറ്റ് ആവും, ചില കമ്പനീസ് പുതിയതായിട്ട് എൻട്രി ആവും. ആ ഒരു ടൈമിൽ ഫണ്ട് മാനേജർ എക്സിറ്റ് ആയ സ്റ്റോക്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിഡ്രോ ചെയ്തിട്ട് പുതിയതായിട്ട് എൻട്രി ആയ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇതിനെയാണ് റീബാലൻസിങ് എന്ന് വിളിക്കുക. ഇൻഡെക്സ് ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി ഈക്വൽ ആയിട്ടല്ല ഫണ്ട് മാനേജേഴ്സ് ഓരോ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി അവരൊരു റൂൾ ഫോളോ ചെയ്യുന്നുണ്ട്. ദ ബിഗ്ഗർ ദ മണി ദ മോർ ദ മണി വി പുട്ട് ഇൻ ടു ഇറ്റ്. അതായത് നിങ്ങളൊരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഫണ്ട് മാനേജേഴ്സ് ഓരോ കമ്പനീസിൻ്റെ വാല്യൂ നോക്കിയിട്ടാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. എക്സാമ്പിൾ ഈ ഒരു 50 കമ്പനീസിൻ്റെ ടോട്ടൽ വാല്യൂവിൻ്റെ 10% റിലയൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് ഉണ്ടെങ്കിൽ 10 രൂപ റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ടോട്ടൽ വാല്യൂവിൻ്റെ 5% ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് ഉണ്ടെങ്കിൽ 5 രൂപ ഇൻഫോസിസിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഓരോന്നിൻ്റെ വാല്യൂ അനുസരിച്ചാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി പലതരത്തിലുള്ള ഇൻഡെക്സ് ഫണ്ട്സ് നോക്കാം. ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ട്സ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ടുള്ള BSEയിലും NSEയിലും ലിസ്റ്റ് ആയിട്ടുള്ള കമ്പനീസിലേക്കാണ് ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ സ്ക്രീനിൽ കാണുന്നത് കുറച്ച് ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ട്സ് ആണ്. അടുത്താണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇൻഡെക്സ് ഫണ്ട്സ്. ഈ ഇൻഡെക്സ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കമ്പനീസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബേസ് ചെയ്തിട്ടാണ്. എക്സാമ്പിൾ NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിൽ ലാർജ് മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനീസ് ഉണ്ടാവും, മിഡ് ക്യാപ്പ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ടാവും. ഇതിലെല്ലാം സ്പെസിഫൈഡ് ആയിട്ടാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ സ്ക്രീനിൽ കാണുന്നത് ഇന്ത്യയിലെ കുറച്ച് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇൻഡെക്സ് ഫണ്ട്സ് ആണ്. അടുത്താണ് സെക്ടോറൽ ഇൻഡെക്സ് ഫണ്ട്സ്. ഈ ഇൻഡെക്സ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്പെസിഫിക് സെക്ടേഴ്സിലേക്കാണ്. എക്സാമ്പിൾ ബാങ്കിൻ്റെ ഇൻഡെക്സ് ഫണ്ട്സ് ഉണ്ടാവും, IT കമ്പനീസിൻ്റെ ഇൻഡെക്സ് ഫണ്ട്സ് ഉണ്ടാവും, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെ ഇൻഡെക്സ് ഫണ്ട്സ് ഉണ്ടാവും. സോ ഒരു പ്രത്യേക സെക്ടറിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഇൻഡെക്സ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ കുറച്ച് സെക്ടോറൽ ഇൻഡെക്സ് ഫണ്ട്സ് ആണ് ഇതൊക്കെ. അടുത്തതാണ് ഇൻ്റർനാഷണൽ ഇൻഡെക്സ് ഫണ്ട്സ്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗ്ലോബൽ മാർക്കറ്റ്സിലേക്കാണ്. എക്സാമ്പിൾ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ പൈസ പോകുന്ന അമേരിക്കൻ ഇൻഡെക്സ് ആയിട്ടുള്ള S&P 500-ലാവാം, നാസ്ഡാക്ക് 100-ലാവാം. ഇൻ്റർനാഷണൽ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഇൻഡെക്സ് ഫണ്ട്സ് ബെസ്റ്റ് ഓപ്ഷനാണ്. ചില ഇൻ്റർനാഷണൽ ഇൻഡെക്സ് ഫണ്ട്സ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി ലാസ്റ്റ് വൺ, ബോണ്ട് ഇൻഡെക്സ് ഫണ്ട്സ്. ഈ ഇൻഡെക്സ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ബോൺസിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോൺസിലൊക്കെയാണ്. ഇത് മറ്റ് ഇൻഡെക്സ് ഫണ്ട്സ് അപേക്ഷിച്ച് റിസ്ക് കുറവാണ്. കാരണം ബോൺസ് എല്ലാം ഫിക്സ്ഡ് പെർസെൻറ്റേജാണ് റിട്ടേൺ കൊടുക്കാറ്. ബോൺസിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, അതിനെപ്പറ്റി നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് ഇനി ഇൻഡെക്സ് ഫണ്ട്സിൽ പറയാനായിട്ട്. അത് മറ്റ് പല ഫണ്ട്സായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഒറ്റൊരു സ്ട്രെച്ചിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി നെക്സ്റ്റ് വണ്ണാണ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് 2 തരത്തിലുണ്ട്, ആക്റ്റീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ടും പാസീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡെക്സ് ഫണ്ടില്ലേ, അത് ആക്ച്വലി ഒരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. അതാണ് പാസീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്. അങ്ങനെ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് ഫണ്ടിൻ്റെ ഫണ്ട് മാനേജർക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജറെ അപേക്ഷിച്ച് വലിയ തലവേദനകളോ പണികളോ ഒന്നുമില്ല. അവർ ചെയ്യുന്നത് ഇൻഡെക്സിലെ ഓരോ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൈസയും പിന്നെ നേരത്തെ പറഞ്ഞ റീബാലൻസിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവർ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. അവർ ഡെയിലി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ സ്റ്റോക്സിൻ്റെ മൂവ്മെൻറ്റ്സും അവരൊന്നും ട്രാക്ക് ചെയ്ത് മോണിറ്റർ ചെയ്തിരിക്കില്ല. സോ അതുകൊണ്ടൊക്കെ തന്നെ അതിനെ പാസീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇൻഡെക്സ് ഫണ്ട്സിൻ്റെ ആനുവൽ ഫീ വളരെ കുറവാണ്. വർഷത്തിൽ 0.4% ഒക്കെ മാക്സിമം ഇവർ ഈടാക്കുള്ളൂ. ഇനി ആക്റ്റീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്സിലാവാം, ബോൺസിലാവാം, ഓർ എനി അതർ അസറ്റ് ക്ലാസ്സിലും ആവാം. ഇവർ കൂടുതലും ബിഗ് റിട്ടേൺസ് അച്ചീവ് ചെയ്യാൻ നോക്കും. ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആക്റ്റീവ്ലി മാനേജർ ആണെന്ന് പറയാൻ കാരണം ഇവിടുത്തെ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡെയിലി മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യാൻ നോക്കും, അതുപോലെ തന്നെ ലൂസസ് മിനിമൈസ് ചെയ്യാൻ നോക്കും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ ഒരു ആനുവൽ ഫീ ഈടാക്കുന്നത്, കോൾഡ് എക്സ്പെൻസ് റേഷ്യോ.
ഈ ചാർജസ് 0.5% തൊട്ട് 1.5% റേഞ്ചിൽ ഒരു വർഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കും. എക്സാമ്പിൾ, നിങ്ങൾ 1,00,000 രൂപ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 1% ആണ് ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എങ്കിൽ 1,000 രൂപ ഒരു വർഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കും. ഇത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രോഫിറ്റിലേക്ക് പോയാലും ലോസസിലേക്ക് പോയാലും ഈ എക്സ്പെൻസ് റേഷ്യോ ഫിക്സ്ഡ് ആണ്. ഇൻഡെക്സ് ഫണ്ട്സ് ആയാലും മ്യൂച്വൽ ഫണ്ട്സ് ആയാലും ലൈവ് മാർക്കറ്റിലെ കറണ്ട് പ്രൈസിന് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. പ്രൈസ് തീരുമാനിക്കുന്നത് എല്ലാ ദിവസവും മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ആ പ്രൈസിനെ വിളിക്കുന്നതാണ് നെറ്റ് അസറ്റ് വാല്യൂ അഥവാ NAV. നെറ്റ് അസറ്റ് വാല്യൂ കണ്ടെത്തുന്നത് ടോട്ടൽ അസറ്റ്സ് മൈനസ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഇനി ഏതൊക്കെ തരം മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടെന്ന് നോക്കാം. ഇന്ത്യയിൽ സെബി മ്യൂച്വൽ ഫണ്ടുകളെ 5 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ഫണ്ട്സിനും പല സബ് കാറ്റഗറീസും ഉണ്ട്. നമുക്കിപ്പോൾ ഓരോ ഫണ്ട്സും മെയിൻലി ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നോക്കാം. അതിലാദ്യത്തെയാണ് ഇക്വിറ്റി സ്കീംസ്. ഇതിൽ ഫണ്ട് മാനേജേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്സ് അങ്ങനത്തെ സ്റ്റോക്സിലൊക്കെ ആയിരിക്കും. അതുമല്ലാണ്ട് ഇക്വിറ്റി ലിങ്ക്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ്, കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സിലും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യും. അതുമല്ലാണ്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിലും ഇക്വിറ്റി സ്കീംസിലും ഇൻവെസ്റ്റ് ചെയ്യും. ഇനി സെക്കൻഡ് വൺ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ്. ഇതിൽ കൂടുതലും ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിട്ടുള്ള സോവറിൻ ബോണ്ട്സ്, ട്രഷറി ബിൽസ്, കോർപ്പറേറ്റ് ബോണ്ട്സ് അങ്ങനത്തെ അസറ്റ് ക്ലാസ്സിലാണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. തേർഡ് വൺ ഹൈബ്രിഡ് സ്കീംസ്. ഈ മ്യൂച്വൽ ഫണ്ട്സ് ഇക്വിറ്റി സ്കീംസും അതുപോലെ തന്നെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സും മിക്സ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്യുന്ന 2 അസറ്റ് ക്ലാസ്സസിലും ഈ പറയുന്ന ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യും. ഫോർത്ത് വൺ സൊല്യൂഷൻ ഓറിയൻറ്റഡ് സ്കീംസ്. ഇതിൽ ഇവർ ഫോക്കസ് ചെയ്യുന്നത് റിട്ടയർമെൻറ്റ് പ്ലാൻസ്, ചൈൽഡ് എഡ്യൂക്കേഷൻസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അതുകൊണ്ടൊക്കെ തന്നെ ലോക്കപ്പ് പീരീഡ് ഇതിൽ കൂടുതലാണ്. എക്സാമ്പിൾ, നിങ്ങൾ 40 വയസ്സായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ 60ാമത്തെ ഏജിൽ നിങ്ങൾക്ക് റിട്ടയർ ആവണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 20 ഇയേഴ്സിലേക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഇതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി ഫിഫ്ത്ത് വണ്ണാണ് അതർ സ്കീംസ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡെക്സ് ഫണ്ട്സ്, ETFs അതുപോലെ ആൾട്ടർനേറ്റീവ് ഫണ്ട്സ് ഇതൊക്കെ അതർ സ്കീംസിൽ പെടുന്ന മ്യൂച്വൽ ഫണ്ട്സുകളാണ്. ETFs ആണ് നമ്മൾ അടുത്ത സെക്ഷനിൽ പറയാൻ പോകുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് നമ്മുടെ ഇന്ത്യയിൽ 54 കമ്പനീസും ഈ 54 കമ്പനീസും കൂടിയിട്ട് ഏകദേശം 1700 കൂടുതൽ ടൈപ്സ് ഓഫ് ഫണ്ടുകളും ഉണ്ട്. സോ എല്ലാവരും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോസിബിൾ അല്ല. സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഏത് മേഖലയാണോ താല്പര്യം അതിനെപ്പറ്റി പഠിച്ചിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി നെക്സ്റ്റ് ഫണ്ടാണ് ETFs അഥവാ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. ETFs ഇൻഡെക്സ് ഫണ്ട്സ് പോലെ തന്നെയാണ്. ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തില്ലേ, ഇൻഡെക്സ് ഫണ്ട്സും മ്യൂച്വൽ ഫണ്ട്സും ഒന്നും ലൈവ് മാർക്കറ്റിലെ പൈസയ്ക്ക് വാങ്ങാനോ വിൽക്കാനോ ഒന്നും പറ്റില്ല എന്ന്. പക്ഷേ ETFs നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിലെ പൈസയ്ക്ക് വാങ്ങാനോ വിൽക്കാനൊക്കെ പറ്റും. അതും ഒരു ദിവസത്തിൽ തന്നെ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, നിഫ്റ്റി ബീസ് എന്ന് പറയുന്ന ഒരു ETF ആണ്. അതിപ്പോൾ നിങ്ങൾ വാങ്ങിയാൽ നിഫ്റ്റി 50ൽ എന്താണോ നടക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സും ഒക്കെ നടക്കുന്നത്. അപ്പോൾ നിഫ്റ്റി എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അതുപോലെ തന്നെ നിഫ്റ്റി ETF-ഉം പെർഫോം ചെയ്യും. മ്യൂച്വൽ ഫണ്ടിനും ഇൻഡെക്സ് ഫണ്ട്സിനൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങും നടക്കും. അതുകൊണ്ട് തന്നെ ETF വാങ്ങണമെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമാണ്. ഇനി ഇതിൻ്റെ 3ൻ്റെയും കമ്പാരിസൺ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാവുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ഫണ്ടാണ് ഹെഡ്ജ് ഫണ്ട്. മറ്റ് 3 ഫണ്ട്സ് പോലെയല്ല ഹെഡ്ജ് ഫണ്ട്സ്. ഒരു സാധാരണ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർക്ക് ഹെഡ്ജ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഹെഡ്ജ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം 1 കോടി രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഹെഡ്ജ് ഫണ്ടിൻ്റെ മാനേജേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്സിലായിരിക്കാം. അതിപ്പോൾ ബൈയിങ്ങും ആവാം, ഷോർട്ടിങ്ങും ആവാം. പിന്നെ ഡെറിവേറ്റീവ്സിൽ, കമ്മോഡിറ്റീസിൽ, കറൻസീസ്, റിയൽ എസ്റ്റേറ്റ്സ്, സ്റ്റാർട്ടപ്സിലും അതുപോലെ തന്നെ ബാങ്ക്രപ്സി ആയിട്ടുള്ള കമ്പനീസിൽ വരെ ഹെഡ്ജ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇത് ഏറ്റവും റിസ്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഹെഡ്ജ് ഫണ്ടിന് മെയിൻലി 2 ടൈപ്സ് ഓഫ് ക്ലയൻസ് ആണുള്ളത്. ഒന്ന് ജനറൽ പാർട്ട്നേഴ്സ്, ഇവരാണ് മണി കൺട്രോൾ ചെയ്യുന്നത്. അടുത്തത് ലിമിറ്റഡ് പാർട്ട്നേഴ്സ്. ലിമിറ്റഡ് പാർട്ട്നേഴ്സ് പല വിധത്തിലുള്ള ആൾക്കാരാവാം. പെൻഷൻ ഫണ്ട്സ്, സോവറിൻ ഫണ്ട്സ്, എൻഡോവ്മെൻറ്റ്സ്, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്. ഹെഡ്ജ് ഫണ്ടിൻ്റെ ഫീ സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടിപ്പിക്കലി 2 ടൈപ്സ് ഓഫ് ഫീ സ്ട്രക്ചേഴ്സ് ആണ് ഹെഡ്ജ് ഫണ്ടിനുള്ളത്. 2+20 എന്നാണ് ഇതിനെ പറയുക. ഒന്നാമത്തെ മാനേജ്മെൻറ്റ് ഫീസ്. ഇത് പൊതുവെ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് 1 കോടി രൂപയാണെങ്കിൽ അതിൽ 2% ആയിട്ടുള്ള 2 lakh rupees അവർ ഈടാക്കും. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫീസാണ് പെർഫോമൻസ് ഫീസ്. ഇത് ടിപ്പിക്കലി 20% ആണ്. എക്സാമ്പിൾ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് 1 കോടി രൂപയാണെങ്കിൽ അത് ഗ്രോ ചെയ്ത് 1,20,00,000 ആയെങ്കിൽ ആ 20,00,000ൻ്റെ 20% ആയ 4 lakhs അവർ ഈടാക്കും നിങ്ങളുടെ. ഇനി പോപ്പുലർ ആയിട്ടുള്ള 3 ഹെഡ്ജ് ഫണ്ട്സ് നോക്കാം. ആദ്യത്തെ ഗ്ലോബൽ മാക്രോ. ഇവർ ഫോക്കസ് ചെയ്യുന്ന ഗ്ലോബൽ കാര്യങ്ങളായിരിക്കും. എക്സാമ്പിൾ, ഇൻട്രസ്റ്റ് റേറ്റ്സ്, കറൻസി വാല്യൂസ്, കമ്മോഡിറ്റി പ്രൈസസ്, പൊളിറ്റിക്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവർ ഡെയിലി മോണിറ്റർ ചെയ്ത് അതിലൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. സെക്കൻഡ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ഹെഡ്ജ് ഫണ്ട്സ്. ഈ ഹെഡ്ജ് ഫണ്ട്സ് ട്രേഡ് ചെയ്യുന്ന ഹ്യൂമൻസ് അല്ല. ഇവിടെ ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കുന്നത് കമ്പ്യൂട്ടേഴ്സും ആൽഗോരിതംസ് ഒക്കെയാണ്. എപ്പോൾ വാങ്ങണം എപ്പോൾ വിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കമ്പ്യൂട്ടേഴ്സാണ്. അതിനാണ് ഓട്ടോമാറ്റഡ് ട്രേഡിംഗ് എന്ന് പറയുക, അല്ലെങ്കിൽ ആൽഗോ ട്രേഡിംഗ് എന്നൊക്കെ വിളിക്കും.
ഇനി തേർഡ് വൺ ആണ് ഇവന്റ് ഡ്രിവൺ ഹെഡ്ജ് ഫണ്ട്സ്. ഇവർ ചെയ്യുന്നത് എന്തെങ്കിലും കമ്പനീസിൻ്റെ അക്വസിഷൻസോ ഏർണിംഗ്സ് കോൾസോ അല്ലെങ്കിൽ ഒരു കമ്പനി ബാങ്ക്രപ്സി ആയാലൊക്കെ ഇവർ റിസർച്ച് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഹെഡ്ജ് ഫണ്ടിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ എന്താണ് ഹെഡ്ജ് ഫണ്ട് എന്നുള്ളതും അവരുടെ ക്ലയൻസും ഹെഡ്ജ് ഫണ്ടിൻ്റെ ഫീ സ്ട്രക്ചേഴ്സും ഹെഡ്ജ് ഫണ്ട് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കണമെന്നും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസും അതുപോലെ തന്നെ അതിൻ്റെ റിസ്ക് ആൻഡ് റെഗുലേഷൻസും ഞാൻ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.